ശ്രീ കെ ജി ജ്യോതിർഘോഷ് ഇപ്പോൾ ഈ എം ആർ അജിത് കുമാറിന്റെ വിഷയം പറയുമ്പോൾ കുറേ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പലതും രാഷ്ട്രീയ ആരോപണങ്ങളാണ്. അത് സ്റ്റാൻഡ് ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ ആവണം എന്നില്ലതാനും. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ നേതാവിൻ്റെയോ ഭരണാധികാരിയുടെയോ ഏജന്റ് ആയിരുന്നോ അല്ലയോ ഇതൊന്നും പ്രൂവ് ചെയ്യാനോ മറ്റൊന്നും സാധിക്കില്ല. അതൊക്കെ പൊളിറ്റിക്കലായി ഉന്നയിച്ച ആരോപണങ്ങളാണ്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയത്തിൽ കേസെടുക്കാൻ പോലീസ് സന്നദ്ധമായിരുന്നില്ല. ആ ചെറുപ്പക്കാർക്ക് നിയമവഴി സ്വീകരിക്കേണ്ടി വന്നു. അവിടെ നിശിതമായ നിലപാടെടുത്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റി. ഇതെല്ലാം കഴിഞ്ഞ് കോടതി ഇടപെടലിന് ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന വേളയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ആ വിഷയത്തിൽ എന്താണ് എന്ന് കണ്ടെത്തുന്നതിനിടെ അവരെ തിരുവനന്തപുരത്തേക്ക് ഈ ADGPയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് കോടതിയിൽ കൊടുക്കാനുള്ള റഫർ റിപ്പോർട്ട് അവിടുന്ന് കൊടുക്കുകയാണ് ചെയ്തത്. ഈ DYSP ഒരു ദിവസം മുഴുവൻ അവിടെ നിർത്തി കേസ് ഡയറി തിരുത്തി. എന്നിട്ട് ആ കേസ് ഡയറിയിൽ ദൃശ്യമില്ല, ഇങ്ങനൊരു മർദ്ദനം നടന്നിട്ടില്ല. നമ്മളൊക്കെ കണ്ണുകൊണ്ട്, മുഴുവൻ കേരളീയരും കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള വടി ഉപയോഗിച്ചുകൊണ്ടുള്ള മർദ്ദനം നടന്നിട്ടില്ല, അതിന് ദൃശ്യമില്ല എന്നൊക്കെ കേസ് ഡയറിയിൽ എഴുതി ഒരു റഫർ റിപ്പോർട്ടും കോടതിയിൽ കൊടുത്ത സംഭവമാണ്. നമ്മളൊക്കെ നിയമത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ, ഈ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഒരു പൗരന് ഒരു അനീതി നേരിട്ടാൽ ഈ നിലയ്ക്കൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കേവലം കോൺഗ്രസ്സുകാരുടെ വിഷയമോ UDFകാരുടെ വിഷയമോ അല്ല, പൊതുസമൂഹത്തിന്റെ ആകെ വിഷയമാണ് താനും. ആ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് നിശ്ചിതമായി അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരല്ലാത്ത ജനങ്ങളും ജഡ്ജ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും അതാണ് അഭിലാഷ ഞാൻ പറയാം. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാധ്യമത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതായത് രണ്ട് വിഷയങ്ങളാണ്. അതായത് ഈ വിഷയത്തിൽ ഈ സർക്കാർ എടുക്കുന്ന നിലപാട്, ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGPക്കെതിരെ അദ്ദേഹത്തിൻ്റെ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ക്രൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രൈമാണ്. ഏറ്റവും വലിയ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മറ്റേ ഗൺമാനൊക്കെ ചെയ്തത് വളരെ ചെറിയ ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. സ്റ്റേറ്റിൻ്റെ ഒരു ഭീകരത, സ്റ്റേറ്റിൻ്റെ ടെററിസം നമ്മളെ കണ്ടു, നമ്മൾ ഷോക്ക്ഡായി എന്നൊക്കെ പറയാം. പക്ഷേ ഈ അജിത് കുമാർ ചെയ്തിരിക്കുന്ന ഈ ക്രിമിനൽ ആക്ടിവിറ്റി, ഇദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷന് കേന്ദ്രത്തിൽ ശുപാർശ ചെയ്യുന്നുണ്ടോ, ഇദ്ദേഹത്തിനെതിരെ എങ്ങനെയാണ് ലീഗലും ക്രിമിനലുമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ പോകുന്നത്, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമോ, പ്രോസിക്യൂട്ട് ചെയ്യുമോ, ഇങ്ങനെയൊക്കെയുള്ള, അതായത് തക്കതായ ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന വിഷയമായി മാറും. ഈ ഗവൺമെൻറ്റിൻ്റെ ആർജവത്തെ ചോദ്യം ചെയ്യുന്നൊരു വിഷയമായിട്ട് അതിൻ്റെ ഒരു ഉരകല്ലായിട്ട് ഈ സംഗതി മാറുമെന്നുള്ള, അതും അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കരുതാവുന്ന വ്യക്തമായ സംഗതി, ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റേഴ്സ്, ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാർക്ക് വളരെ അനായാസം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയുന്നു. ഈ MR അജിത് കുമാർ ഈ സർക്കാരിനെയും ആ രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് ഓരോ മലയാളിക്കും എത്തിച്ചേരാവുന്നതാണ്. ഇതാണ് ഇതിനകത്തുള്ളൊരു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്കിതിനകത്ത് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു നടപടി വേണ്ട, ഡ്യൂ കോഴ്സ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. പക്ഷേ ഇതിനകത്തുള്ള ഒരു വ്യക്തമായ സംഗതി, ഈ ഒരു വിഷയത്തിൽ ഈ ഗവൺമെൻറ്റിനെ നമുക്ക് ഓരോ മലയാളിക്കും അളക്കാൻ പറ്റും എന്നുള്ളതാണ്. കാര്യം ഇത് വളരെ വ്യക്തമാണ്. നമ്മുടെ മുമ്പിൽ നടന്ന കാര്യം, ഈ പൊളിറ്റിക്കൽ പേട്രണേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഗൺമാന്മാർ ഇറങ്ങി അവിടെ അങ്ങനെ അടിക്കില്ല. നമ്മൾ ആ സീനൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആ സീനിൽ അവിടെ ലാത്തിയായിട്ട് നിൽക്കുന്ന യൂണിഫോമിലുള്ള പോലീസുകാർ ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പോലും മനസാക്ഷി ഭയങ്കരമായിട്ട് ഒരു വിറകൊള്ളുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. അവരുടെ ഭാഗത്ത് പോലും, അവരുടെ മുഖത്ത് പോലും ഈ യുവാക്കളെ നോക്കിയിട്ട് ദയനീയമായ ഒരു ഭാവം വരുന്ന കാണാം. അവിടെയാണ് ആ സ്റ്റേറ്റിൻ്റെ ടെററിസമാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കാണിക്കാം എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയെ ന്യായീകരിക്കാനും ആ അവസ്ഥയ്ക്ക് അങ്ങനൊരു സംഗതി നമ്മളുടെ കൺമുന്നിൽ തന്നെ കണ്ട നമ്മളുടെ സംഗതി ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു രീതിയിലൊരു കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ ക്രമസമാധാന ചുമതലയുള്ള DGP അത് ബോധപൂർവം താഴെയുള്ള ഓഫീസർമാരെ വിളിച്ചു വരി തിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാൽ അതിനേക്കാൾ വലിയൊരു കുറ്റകൃത്യം വേറെയില്ല. അപ്പോൾ ആ കുറ്റകൃത്യം കാണിച്ച ഓഫീസറെ ഇനിയും നമുക്ക് ഇതുപോലുള്ള ഓഫീസർമാർക്ക് ഉള്ള ഒരു ഉദാഹരണമായിട്ട്, ഒരു ദൃഷ്ടാന്തമായിട്ട് ഈ ഗവൺമെൻറ് അത് എടുത്ത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ, കാരണം അതല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ധാരാളം ഉണ്ടാവും. അവരും ഇതുപോലെ ഇരുന്നിട്ട് ഭരണകക്ഷി ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗതികൾ നടത്തിയിട്ടോ ഒക്കെ ഇതുപോലുള്ള പ്രക്രിയകൾ ഏർപ്പെടും. മാത്രമല്ല നമ്മുടെ കേരളത്തിലൊരു പൊതു സ്വഭാവമുണ്ട്, ഹയർ-അപ്സിൽ നടക്കുന്ന കറപ്ഷൻസ് ഒരിക്കലും അന്വേഷിക്കപ്പെടുന്നില്ല, പിടിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കണ്ട ഒരു ഏറ്റവും വലിയൊരു സംഭവമാണ് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ KM എബ്രഹാമിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. അത് ഉത്തരവിട്ടത് വിജിലൻസ് അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന ജേക്കബ് തോമസാണ്. ജേക്കബ് തോമസിനെതിരെ അദ്ദേഹത്തിനെതിരെ ഈ ഡോക്ടർ KM എബ്രഹാം ഒരു കേസെടുത്തു. പോർട്ട് ഡയറക്ടറായിട്ട് ഇരുന്നപ്പോൾ നടത്തിയ അഴിമതി. ഇതിലേതാണ് ശരി?
നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചീഫ് സെക്രട്ടറിക്കെതിരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് പറഞ്ഞ് റെയ്ഡ് നടത്തുന്നു. അതിന് വിജിലൻസ് ഡയറക്ടറുടെ മേലിൽ ഈ പറഞ്ഞതുപോലെ അഴിമതി നടത്തുന്ന കേസുണ്ടെന്ന്. ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിൽ രണ്ടുപേരും ശരിയാണോ അതോ രണ്ടുപേരും തെറ്റാണോ? അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ വാസ്തവത്തിൽ നമ്മുടെ കേരളീയ സമൂഹം അനുവദിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിൽ നടക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു അനുവാദം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് അത് അവസാനിപ്പിക്കാവുന്നതാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന നടപടിയിൽ വി ഡി സതീശൻ സർക്കാർ എക്സ്പോസ്ഡ് ആവുക എന്നുള്ളതാണ്. ഒന്നുകിൽ ആ പറയുന്ന വാക്കുകളുള്ള ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ, അതല്ലെങ്കിൽ ഏതോ സംഗതിയിൽ ഈ എം ആർ അജിത് കുമാർ ഈ സർക്കാരിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഈ വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.